1201 ആണ്ട് മലയാള മാസം കന്നി മാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. അതായത് പൂയം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ്. 17/9/2025 മുതൽ 17/10/2025 വരെയുള്ള ഒരു മാസത്തെ കാലയളവിലെ ഫലങ്ങളാണ്. മിത്രങ്ങളുടെയും ബന്ധുക്കളുടെയും സഹായം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. പല കാര്യത്തിലും അവർ ബന്ധുമിത്രാദികൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. പല രോഗങ്ങൾ നിമിത്തം കഷ്ടപ്പെടുന്നവർക്ക് ഈ മാസം ആശ്വാസം ലഭിക്കാം. അതിന് ലഭിക്കേണ്ടിയിരുന്ന ചികിത്സ അത് ശരിയായിട്ട് ലഭിക്കാം. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ ഇഷ്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറോ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ഒരു പരിധിവരെ ശത്രുക്കള ദോഷങ്ങൾ കുറഞ്ഞിരിക്കാം. ആരോഗ്യവും ഒരു പരിധിവരെ നല്ലതായിരിക്കും. ധനലാഭം പ്രതീക്ഷിക്കാം. പല രീതിയിലും ധനലാഭം പ്രതീക്ഷിക്കാം. പല വിശിഷ്ട ആയിട്ടുള്ള പുരാവസ്തുക്കൾ, അതായത് വളരെ വിലയുള്ള പുരാവസ്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ദുർജനങ്ങളുമായിട്ടുള്ള സഹവാസം നിമിത്തം ഉണ്ടായ അപകടത്തിൽ നിന്നും അതായത് ഒരു ദുർജനങ്ങളുമായിട്ട് സഹവസിച്ചിട്ട് അവരുമായിട്ട് ചേർന്നിട്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടും ഭാഗ്യം കൊണ്ട്. അല്ലെങ്കിൽ അത് വലിയ കേസ് വഴക്കൊക്കെ ആകേണ്ട ഒരു സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്നും ആശ്വാസം ലഭിക്കുക. അവർ നിരന്തരം നോട്ടീസൊക്കെ അയച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ ഇന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ആശ്വാസം ലഭിക്കാം. ഖനന മേഖലയിൽ പ്രവർത്തിക്കുന്ന പൂയം നക്ഷത്രക്കാർക്ക് വളരെ വിലപിടിപ്പുള്ള രത്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അവാർഡ് പോലുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും ബഹുമതിയും ലഭിക്കാം. പൊതുവെ ഒരു പരിധിവരെ നല്ല ഗുണങ്ങളാണ് കാണുന്നതെങ്കിലും നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നതെങ്കിലും ചില ഗ്രഹങ്ങളുടെ മോശം അവസ്ഥയിൽ സഞ്ചരിക്കുന്നതിനാൽ, മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശമായ ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യങ്ങൾ സാധിച്ചു കിട്ടുവാൻ വേണ്ടി വെറുതെ അലച്ചിൽ അങ്ങും ഇങ്ങുമൊക്കെ അലഞ്ഞു നടക്കാം. അവിടെ പോയാൽ നടക്കും, ഇവിടെ പോയാൽ നടക്കും എന്ന് പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ വേണമെങ്കിൽ അത് നിങ്ങൾ വാങ്ങിച്ച് വയ്ക്കണം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഓരോ കാര്യത്തിന് കാലതാമസം വരും. അതല്ലെങ്കിൽ ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു വഴിക്ക് പോകുമ്പോൾ അതിനാവശ്യമുള്ള എല്ലാ ഡോക്യുമെൻസും നിങ്ങൾ കൊണ്ടുപോകണം. അത് വേണ്ടാന്ന് വയ്ക്കരുത്. അല്ലെങ്കിൽ പിന്നെ ദൂരെ യാത്രയൊക്കെ പോയി എല്ലാം നിങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് താമസിക്കും. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് പരാതിയും കോടതി കേസുകളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ദാനം ധർമ്മം ഇവ നൽകണം. കുറച്ചെങ്കിലും നൽകി ജാതകദോഷങ്ങൾ കുറച്ച് മാറുന്നതാണ്. അച്ഛനും അമ്മയ്ക്കും രോഗങ്ങൾ വരാം. അതായത് പൂയ നക്ഷത്രക്കാരുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്ക് രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. തസ്കരന്മാർ, അതായത് മോഷ്ടാക്കൾ നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതായത് സ്വർണം, വെള്ളി, പൈസ, അങ്ങനെ മറ്റുള്ള ഡോക്യുമെൻസുകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെല്ലാം വളരെ സൂക്ഷിച്ച് നിങ്ങൾ വയ്ക്കുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോഴും ഈ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരിടത്ത് മറന്നു വെച്ചിട്ട് പോകാണ്ടിരിക്കുക. ഫോൺ, ATM കാർഡ് അങ്ങനെയൊക്കെയുള്ള രേഖകളൊന്നും ഒരിടത്ത് മറന്നു വെച്ചിട്ട് പോകാണ്ടിരിക്കുക. അത് ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വൈദ്യുതിയിൽ നിന്നോ, അതായത് വാഹനങ്ങൾ ആക്സിഡൻറ്റ് വന്നോ അല്ലെങ്കിൽ വൈദ്യുതിയിൽ ഉള്ള ഇതിൽ നിന്ന് ഷോക്ക് അടിച്ചോ പൊള്ളലേൽക്കാണ്ട് ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ബന്ധുക്കളോടും മിത്രങ്ങളോടും വളരെ സൗമ്യമായി പെരുമാറുക. അല്ലെങ്കിൽ ആ സൗഹൃദം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യുന്നതാണ് ഈ കന്നിമാസത്തിൽ. ദശാസന്ധിയും അപകാര ദശകളും കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലം പ്രവചിക്കുവാൻ സാധിക്കൂ. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കണമെങ്കിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണെങ്കിൽ മോശഫലങ്ങളായിരിക്കും പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ എല്ലാ ആൾക്കാർക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധികളാണ് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ വളരെയേറെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലഭിക്കുന്നതാണ്. നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിലോ പിന്നെ ഗ്രഹപകർച്ചയോ മോശഗ്രഹങ്ങളുടെ ആണെങ്കിൽ വളരെ മോശ ഫലങ്ങളായിരിക്കും കുടുംബത്തിൽ പ്രതീക്ഷിക്കാവുന്നത്. അതുകൊണ്ട് ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങൾ ജാതക പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം വേണ്ടുന്ന നിങ്ങളാൽ കഴിയുന്ന പൂജകൾ ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ കോവിലിൽ പോയി പ്രാർത്ഥിക്കുകയോ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാലും ഇതൊക്കെ പരിഹരിക്കാവുന്നതാണ്. അതായത് ദാനധർമാദികൾ പാവപ്പെട്ടവർക്ക്, അർഹതയുള്ളവർക്ക് ചെയ്യുക. അതുമൂലവും ഏറെക്കുറെ ജാതകദോഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കും.
ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ കന്നിമാസം സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.